തിരുവിളയാടൽ പുരാണത്തിലെ അടുത്ത ചില ലീലകളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. സുന്ദരേശ രാജാവും തടാതകാദേവിയും മൂലവിഗ്രഹമായ സുന്ദരേശ മൂലവിഗ്രഹത്തിൽ ലയിച്ചു. അതോടെ പാണ്ഡ്യരാജ്യം സുന്ദരേശപുത്രനായ ഉഗ്രൻ ഭരിക്കാൻ തുടങ്ങി. ഉഗ്രരാജാവിൻ്റെ ഭരണത്തിന് കീഴിൽ രാജ്യം സമ്പൽ സമർത്ഥമായി തീരുകയും ചെയ്തു. രാജ്യത്ത് സമ്പൂർണമായ ഐശ്വര്യം വിളങ്ങി നിന്നു. ഗാംഭീര്യം, ശൗര്യം, ധൈര്യം മുതലായതുകൊണ്ട് സൂര്യനെ പോലെ ഉഗ്രൻ പ്രശോഭിച്ചു നിന്നു. അദ്ദേഹം സ്വശക്തി കൊണ്ട് ഭൂമണ്ഡലത്തെയാകെ അടക്കി ഭരിച്ചു. നിരവധി യാഗങ്ങൾ ഉഗ്രരാജാവ് ചെയ്യാൻ തുടങ്ങി. അശ്വമേധയാഗം തന്നെ 96 നടത്തി. ഇത് കണ്ട് ഭയവിഹ്വലനായ ഇന്ദ്രൻ എങ്ങനെയെങ്കിലും ഉഗ്രൻ്റെ രാജ്യത്തെ നശിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ ദേവേന്ദ്രൻ സാഗരത്തെ വിളിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, അല്ലയോ സാഗരമേ, നീ നിൻ്റെ ശക്തി കൊണ്ട് മധുരാപുരിയെ നശിപ്പിക്കുക. അവിടെയെല്ലാം വെള്ളം നിറച്ച് മധുരാപുരിയെ വെള്ളത്തിൽ മുക്കുക. അതിന് അല്ലയോ സാഗരമേ, നീ തയ്യാറാകുക. അങ്ങനെ സാഗരം അതിനു വേണ്ടി തയ്യാറെടുത്തു. ദേവേന്ദ്രൻ്റെ ആജ്ഞ ശിരസാ വഹിച്ചുകൊണ്ട് സാഗരം മധുരാപുരിയെ തൻ്റെ തരംഗങ്ങൾ കൊണ്ട് ആലിംഗനം ചെയ്യാൻ വേണ്ടി യാത്ര തിരിച്ചു. അങ്ങനെ സമുദ്രം ആഞ്ഞടിച്ച് മധുരാപുരിയെ മുക്കാൻ പോകുന്നതിന് തൊട്ടു മുമ്പ് ഉഗ്രൻ എന്ന രാജാവിന് ഒരു സ്വപ്ന ദർശനമുണ്ടാകുകയാണ്. സുന്ദരേശൻ സ്വപ്നത്തിൽ വരികയും രാജ്യത്തെ സാഗരം വിഴുങ്ങാൻ പോവുകയാണ് എന്നുള്ള മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. അതുകൊണ്ട് വേഗത്തിൽ ഇപ്പോൾ തന്നെ ഉണരൂ, എന്നിട്ട് സാഗരത്തെ നശിപ്പിക്കൂ എന്ന് ആജ്ഞ കൊടുത്തു. അങ്ങനെ സുന്ദരേശൻ്റെ ആജ്ഞപ്രകാരം സുന്ദരേശൻ്റെ പുത്രനായ ഉഗ്രരാജാവ് മന്ത്രിമാരോടൊത്ത് ഉടനെ തന്നെ സാഗരത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ പിതാവ് നൽകിയ ശക്തിവേൽ ഉഗ്രൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഉഗ്രൻ തൻ്റെ പിതാവിനെ സ്മരിച്ചുകൊണ്ട് ആ ശക്തിവേൽ സമുദ്രത്തിലേക്ക് എറിഞ്ഞു. അതോടെ സമുദ്രജലം മുഴുവനും വറ്റിപ്പോയി. അങ്ങനെ സമുദ്രത്തെ വറ്റിപ്പിക്കാൻ ആ ഉഗ്രമായ ശക്തിവേലിന് കഴിഞ്ഞു. അങ്ങനെ ശക്തിവേൽ കൊണ്ട് സമുദ്രത്തെ മുഴുവനും ഉഗ്രൻ നശിപ്പിക്കുകയും ഇല്ലാതാക്കുകയും അങ്ങനെ മഹാപ്രളയത്തിൽ നിന്ന് മധുരാപുരിയെ ഉഗ്രരാജാവ് രക്ഷിക്കുകയും ചെയ്തു. ഇത് സുന്ദരേശൻ തൻ്റെ മകനെ കൊണ്ട് ചെയ്യിച്ച ഒരു വീരകൃത്യമാണ്. അതിന് സഹായിച്ചത് സുന്ദരേശൻ കൊടുത്ത ഈ ശക്തിവേലാണ്. ശക്തിവേൽ കൊണ്ട് ആ പ്രളയത്തെ നശിപ്പിക്കാനും ഇല്ലാതാക്കാനും പ്രളയജലത്തെ തന്നെ ഇല്ലാതാക്കാനും ഈ ശക്തിവേലിന് കഴിഞ്ഞു എന്നാണ് ഇവിടെ നാം പറയുന്നത്. എന്നിട്ടും ദേവേന്ദ്രൻ്റെ ആ കോപം ഈ പാണ്ഡ്യരാജാവിൻ്റെ മേൽ പതിച്ചു. എങ്ങനെയെങ്കിലും പാണ്ഡ്യരാജാവിനെ നശിപ്പിക്കണമെന്നൊരു ചിന്ത ദേവേന്ദ്രൻ്റെ മനസ്സിൽ കടന്നുകൂടി. അതിന് വളരെ പ്രയാസമാണെന്ന് മനസ്സിലാക്കി. അതായത് ചേര, പാണ്ഡ്യ, ചോള രാജാക്കന്മാർ ഒന്നിച്ചുകൂടി ദേവേന്ദ്രനെ ഇല്ലാതാക്കാൻ വേണ്ടി, ദേവേന്ദ്രനെ നശിപ്പിക്കുവാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെ ദേവേന്ദ്രനും
അതേപോലെ ചേര ചോള പാണ്ഡ്യ രാജാക്കന്മാരും പരസ്പരം ശത്രുക്കളായി മാറി. ദേവേന്ദ്രൻ ഒരു കാര്യം ചെയ്തു. ദേവേന്ദ്രൻ ഈ 3 രാജ്യങ്ങളിലും ചേര പാണ്ഡ്യ ചോള രാജ്യങ്ങളിൽ മഴയെ തടഞ്ഞു നിർത്തി. അങ്ങനെ മഴയുടെ ദേവതകളെ പ്രേരിപ്പിച്ച് മഴ ഇല്ലാതാക്കി മാറ്റി ഈ 3 രാജ്യങ്ങളിലും. അങ്ങനെ ആ ചേര ചോള പാണ്ഡ്യ രാജ്യം മുഴുവനും ഊഷരമായി മാറിത്തുടങ്ങിയപ്പോൾ ഇതിനെന്താണൊരു പ്രതിവിധി എന്ന് അവർ ചിന്തിച്ചു. അങ്ങനെ ഉഗ്രനെ, പാണ്ഡ്യരാജാവായ ഉഗ്രനെ ഇതിൽ നിന്ന് ഈ മഴ ലഭിക്കുന്നതിന് വേണ്ടി ശ്രമിക്കാൻ വേണ്ടി അവർ നേതാവായി തിരഞ്ഞെടുത്തു. അങ്ങനെ ഉഗ്രൻ എന്ന ആ മഹാരാജാവ് 3 കാലങ്ങളിലും ഉള്ള വർഷങ്ങളുടെ അധിപന്മാരായ 4 രാജാക്കന്മാരെ പിടിച്ച് വർഷങ്ങൾ പെയ്യിക്കുന്ന 4 രാജാക്കന്മാരുണ്ടായിരുന്നു. ആ 4 രാജാക്കന്മാരെ ജയിലിൽ പിടിച്ചിട്ടു. ഇത് വർഷാധിപന്മാരെ ജയിലിലടച്ചത് ദേവേന്ദ്രൻ അറിയുകയും ദേവേന്ദ്രൻ കോപം കൊണ്ട് കത്തിജ്വലിച്ച് ഇവരുമായി യുദ്ധത്തിന് വരികയും ചെയ്തു. അങ്ങനെ യുദ്ധത്തിൽ ദേവേന്ദ്രൻ്റെ കിരീടം തന്നെ നശിപ്പിക്കാൻ ഉഗ്രരാജാവിന് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ദേവേന്ദ്രനെ പരാജയപ്പെടുത്താൻ ഉഗ്രരാജാവിന് സാധിച്ചത് സോമവാര വ്രതം കൊണ്ടാണ് എന്നാണ് അഗസ്ത്യ മഹാമുനി ഇവിടെ തൻ്റെ മുനിശ്രേഷ്ഠന്മാരോട് പറയുന്നത്. അപ്പോൾ സോമവാര വ്രതം അനുഷ്ഠിച്ചതുകൊണ്ടാണ് ദേവേന്ദ്രൻ്റെ ആ രത്നകിരീടത്തെ തന്നെ തകർക്കാൻ, തലയിൽ വഹിച്ചിരിക്കുന്ന, ശിരസിൽ വഹിച്ചിരിക്കുന്ന രത്നകിരീടത്തെ തന്നെ തകർക്കാൻ ഉഗ്രന് കഴിഞ്ഞത്. രത്നകിരീടം തകർക്കുക എന്ന് വെച്ചെങ്കിൽ ദേവേന്ദ്രനെ തന്നെ പരാജയപ്പെടുത്തുക എന്നാണ് അർത്ഥം. അതിന് ഉഗ്രനെ സഹായിച്ചത് സോമവാര വ്രതമാണ് എന്നാണ് പറയുന്നത്. പിന്നെ സോമവാര വ്രതത്തിൻ്റെ വിധി എന്താണ് എന്ന്, അത് എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത് എന്ന് മുനിശ്രേഷ്ഠന്മാർ അഗസ്ത്യ മഹാമുനിയോട് ചോദിക്കുന്നു. അഗസ്ത്യൻ അതിന് മറുപടി പറയണം. അല്ലയോ മുനിശ്രേഷ്ഠന്മാരെ, ഞാൻ അതിന് മറുപടി പറയാം. സോമവാര വ്രതാനുഷ്ഠാനം കൊണ്ട് മാത്രമേ സോമചൂടനായ സുന്ദരേശൻ്റെ സായുജ്യം സിദ്ധിക്കുകയുള്ളൂ. സർവ്വദേവന്മാരിലും വച്ച് ശങ്കരൻ ഉത്തമനാകുന്നു. സർവ്വദേവിമാരിലും വച്ച് പാർവതി ശ്രേഷ്ഠയാകുന്നു. അതുപോലെ തന്നെ സർവത്ര ജനങ്ങളും സോമവാരവ്രതം അനുഷ്ഠിക്കുമ്പോൾ രാജ്യത്തിന് ഉത്തമ ശ്രേയസ് ഉണ്ടാകുന്നു. തൻ്റെ ശക്തിക്ക് അനുസരിച്ച് സോമവാരവ്രതം അനുഷ്ഠിക്കുന്നവൻ്റെ ശത്രുക്കൾ, രോഗങ്ങൾ, ആപത്തുകൾ മുതലായവ അവരിൽ നിന്ന് വിട്ടുപോകും. അവന് ഇഹലോകത്തുള്ള സകല ഭോഗങ്ങളും സിദ്ധിക്കും. മാത്രമല്ല മരണാനന്തരം മുക്തിയും സിദ്ധിക്കും. തിങ്കളാഴ്ചയും അമാവാസിയും യോജിച്ച് വരുന്ന ദിവസം സോമവാരവ്രതം അനുഷ്ഠിക്കുന്നവന് ലഭിക്കുന്ന ഫലത്തെക്കുറിച്ച് പറയുവാൻ ആരാലും സാധ്യമല്ല. എന്നിട്ട് എങ്ങനെയാണ് സോമവാരവ്രതം അനുഷ്ഠിക്കേണ്ടതെന്ന് അഗസ്ത്യ മഹാമുനി തൻ്റെ കൂടെയുള്ള മുനിമാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. സുന്ദരേശ സർവേശ സർവതീർത്ഥഫലപ്രദ ദേഹി സ്നാത്യാ മനുജ്ഞാമേ തീർത്ഥേ അസ്മിൻ മുക്തി ദേ യസ്യ കേശേഷു ജീമൂത നദ്യസ സർവാംഗസന്ധിഷു കൗക്ഷൗ സമുദ്ര സപ്താപി തസ്മൈ തോയാത്മനേ നമഃ. ഇപ്രകാരം പ്രാർത്ഥിച്ച് വേദമന്ത്രം ചൊല്ലി ഉത്തമ തീർത്ഥത്തിൽ സ്നാനം ചെയ്യണം. അതിനുശേഷം
ശുഭവസ്ത്രം ധരിക്കണം. പിന്നെ ശുദ്ധ മാനസനായി മല്ലിക, മാലതി, പുന്നാകം, താമര തുടങ്ങിയ പുഷ്പങ്ങൾ കൊണ്ട്, അതേപോലെ എള്ള്, അക്ഷതം, ബില്ലുപത്രം മുതലായവ കൊണ്ടും മഹാലിംഗ പൂജ നടത്തണം. മഹാലിംഗത്തെ പൂജിക്കേണ്ടത് ദീക്ഷിതരായിരിക്കണം. ദീക്ഷിതരല്ലാത്തവർക്കും ക്ഷത്രിയ വൈശ്യാദികൾക്കും ദീക്ഷിതരായ ബ്രാഹ്മണരെ കൊണ്ട് മഹാലിംഗ പൂജ ചെയ്യിക്കാൻ കഴിയും. മൂലലിംഗത്തിൽ മാത്രമേ ഈ നിയമമുള്ളൂ. ബാഹ്യലിംഗങ്ങളിൽ എല്ലാവർക്കും പൂജിക്കാനുള്ള അധികാരമുണ്ട്. ഒരു നേരം, അതായത് രാത്രി മാത്രമേ ഭക്ഷിക്കാവൂ. വൃതി മധ്യാഹ്ന വേളയിൽ വിധി പോലെ ശ്രീകണ്ഠനെ പൂജിക്കണം. രാത്രിയിൽ ഭുജിക്കാത്ത വൃതിയും ഉഗ്ര ഉപവാസം അനുഷ്ഠിക്കുന്നവനും രാത്രിയിൽ ഭക്തി കൂടി ശിവാർച്ചന ചെയ്യണം. പത്രം, പുഷ്പം മുതലായവയെ വച്ച് രാത്രിയിൽ ഭക്തി കൂടി ശിവാർച്ചന ചെയ്യാം. പിന്നെ മന്ത്രങ്ങളിൽ വെച്ച് മഹാമന്ത്രം എന്നറിയപ്പെടുന്ന പഞ്ചാക്ഷര മന്ത്രം, അതായത് ഓം നമഃ ശിവായ ജപിക്കുന്നത് അത്യുത്തമമാണ്. അതുകൊണ്ട് വ്രതമനുഷ്ഠിക്കുന്നവൻ പഞ്ചാക്ഷരം കൊണ്ടും വില്ലുപത്രം കൊണ്ടും ശങ്കരനെ നിരന്തരം പൂജിക്കേണ്ടതാണ്. സപ്തകോടി മഹാമന്ത്രങ്ങളും ശിവമുഖത്ത് നിന്ന് ജനിച്ചവ തന്നെയാണ്. എന്നിരുന്നാൽ കൂടി പഞ്ചാക്ഷരത്തിന് മാഹാത്മ്യം വളരെയുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇങ്ങനെ ആ സോമവാരവ്രതം എങ്ങനെ അനുഷ്ഠിക്കണമെന്ന് അഗസ്ത്യ മഹാമുനി തൻ്റെ കൂടെയുള്ള മുനിമാർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ തിങ്കളാഴ്ച ദിവസമാണ് സാധാരണ സോമവാരവ്രതം ഉപവാസത്തോടുകൂടി ചെയ്യുന്നത്. ഈ സോമവാരവ്രതം അനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ ഏത് മഹാതടസ്സങ്ങളെയും ഇല്ലാതാക്കാൻ കഴിയുമെന്നാണ് അഗസ്ത്യ മഹാമുനി തൻ്റെ കൂടെയുള്ള മുനിമാർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇത് നമുക്കും സ്വീകരിക്കാവുന്നതാണ്. സോമവാരവ്രതത്തിലൂടെ ശിവപൂജ ചെയ്താൽ, പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചുകൊണ്ട് സാധന ചെയ്താൽ ശിവൻ്റെ പ്രീതി വളരെ പെട്ടെന്ന് ലഭിക്കുമെന്നാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. ഓം ശിവായ നമഃ.